ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാകിയകൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ടുകാലത്ത് കട്ടിലിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാട്ടിമാർക്കും തമ്പുരാന്മാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. പൊതുജനം നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആനക്കും പാവണം മേലാപിന്ന് ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞുകൊണ്ടേ തന്നെ തമ്പുരാൻ കൽപ്പനയായി, ആരെവിടെ? മേനോക്കിയച്ഛനോട് വരാൻ പറയൂ. മേനോക്കിയച്ഛൻ എന്നാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ടയുടനെ തന്നെ മേനോക്കിയച്ഛനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെയായി ഒരു വൻ പട തന്നെ വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ ഒച്ചാനിച്ച് തൊഴുതിറങ്ങി. ചന്ദനമരം തേടി അലയുന്ന അവരുടെ മനസ്സിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി, കാരകിലിന്റെ മണം പുരണ്ടും കണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാലയുതിർന്നു നിന്നും നല്ല മുടിയാന തമ്പുരാട്ടി, വെമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും വയലുകളും തെങ്ങും കവുങ്ങും നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളും താണ്ടി ചന്ദനമരം തേടി അലയുന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ ഈ പടിയിലേക്കാരും വരേണ്ട നാളെ, തലയും ചൊറിഞ്ഞു തിരിച്ചു വന്ന തലയോടുകൂടി വിടുന്നൊരാളെ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതായപ്പോൾ കയ്യിൽ കരുതിയ പൊതിച്ചോറുണ്ണുന്നതിനായി ഒരരുവിയുടെ തീരത്ത് മരത്തണലിൽ അവരിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ടും നോക്കൂ, എന്താണത്? അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ, പല മരം കണ്ടു തഴക്കമാണ് തലവനാശാലിനെ നേരെ ഇടതുകൈ പറ്റി വിലങ്ങനെ വച്ച് ഇടയിൽ പുരീകം ചുളിച്ചു നോക്കി. ഇല ചന്ദനം തന്നെ. ഇത് കേട്ട പാതി എല്ലാവരും അരുവിയിൽ കൈ കഴുകി ആ മരത്തിനടുത്തേക്ക് കുതിച്ചു. ഒരാൾ ഒരു ചെറു ചില്ല കൊത്തിയെടുത്ത് മണത്തു നോക്കി. നല്ല മണം, നറുചന്ദനത്തിന്റെ തണുത്ത ഗന്ധം. അവർ മുണ്ട് അരിയിൽ മുറുക്കി കുത്തി തോളിൽ കിടന്ന തോർത്തുമുണ്ടെടുത്ത് കുടഞ്ഞ് തലയിൽ കെട്ടി ആ മരത്തിന് ചുറ്റും നിന്ന് കോടാലി ഉയർത്തി ആഞ്ഞു വെട്ടാൻ ഒരുങ്ങിയപ്പോൾ അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ നിന്നെടുത്ത് നിന്ന് പരസ്പരം നോക്കി. ആരുടെയാണ് ശബ്ദം? ദേവതയാണോ? ഇവളെ യക്ഷിയോ മറ്റുമാണോ? നമുക്ക് തിരിച്ചു പോകാം, പേടിയോടെ അവർ പരസ്പരം പറഞ്ഞു. പക്ഷേ ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു ചെല്ലും? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിൽ നിൽക്കുന്നു മിഴിച്ചു നോക്കി. ഇരുമുള്ളു പോരാ ചടച്ചി പോരാ, മേനി കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ടു ചെന്നു പോയാൽ തടിയും തലയും പിരിയുമല്ലോ. വരുന്നത് വരട്ടെ, ഞാൻ കയറാം, കൂട്ടത്തിലിരുത്താൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല യക്ഷിയോ മറ്റുവാണെങ്കിൽ പിടിക്കാതിരിക്കാൻ ഈ കത്തി അരിയിൽ വെച്ചു. മറ്റുള്ളവർ അവന് ധൈര്യം പകർന്നു. പേടിച്ചു വിറച്ച് നെഞ്ചുരഞ്ഞ് കിതപ്പോടെ ഒരുവിധം അവൻ ആ മരത്തിന്റെ മുകളിലെത്തി. ഒത്തിലേക്ക് നോക്കിയപ്പോൾ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്ട്യാവു കൊണ്ടു പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരേ, ഇരുളിനകത്തു കൊളുത്തി വച്ചോരരുമ കനകവിള
നക്ഷത്രം പോലെ, ഇരുളിൽ കൊളുത്തി വെച്ച വിളക്ക് പോലെ, ചെമ്പകത്തിന്റെ നറുമൊട്ടു പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഈ കുട്ടി എങ്ങനെ ഈ മരപ്പൊത്തിലെത്തി? ആരോമൽ കുഞ്ഞിനെ തക്കൻ നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു. ആ മരപ്പൊത്തിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റിപ്പോലും. റാഞ്ചി കൊണ്ടുവന്ന കുഞ്ഞിനോട് പക്ഷിക്ക് മാതൃനിർവിശേഷമായ സ്നേഹം തോന്നി. അത് കുഞ്ഞിനെ ഓമനിച്ച് ലാളിച്ച് വളർത്തി. രാവിലെ കൂട് വിട്ടിറങ്ങിയാൽ ഇരുട്ടുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞിനുള്ള കായ്കനികളുമായി പക്ഷി കൂട്ടിൽ വന്നു ചേരും. ഈ കുട്ടിക്കും സ്വന്തം അമ്മയെ പോലെയായി മാറി ആ പക്ഷി. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുഞ്ഞിനെ പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹമില്ലാതെയല്ല. പൊത്തിന്നു പോരുവാനുണ്ടു മോഹം, പോരുവാൻ വയ്യാത്തതാടു പോലും, നിറവുറ്റ വാത്സല്യമൂലുമമ്മ ചിറകിട്ടടിച്ചു ഭരിക്കും പോലും. അന്തിച്ചുവപ്പിൽ പൊതിഞ്ഞെടുത്ത അമ്പിളി കുഞ്ഞിനെ പോലെ കട്ടിയാവ് കൊണ്ട് മൂടി പുതപ്പിച്ച് കുഞ്ഞിനെ താഴേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിനെ എല്ലാവരും നിലം തൊടിക്കാതെ വാരി പുണർന്നു. തമ്പുരാന്റെ കൽപ്പനയോർത്ത മേനോക്കിയച്ഛൻ പറഞ്ഞു, ഇനി മരം മുറിക്കാം. പത്തി പരത്തി പറന്നടുക്കും പാമ്പോൽ കോടാലി പൊങ്ങിത്താണു. കടയറ്റ ചന്ദനം തലതിരിഞ്ഞ് ഉടവെ ചലറി നിലം പതിച്ചു. ഇലകളും ചില്ലകളും കൊത്തിമാറ്റി എല്ലാവരും ചേർന്ന് തനി തോളിലേറ്റി ആഹ്ലാദത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ആഹ്ലാദത്തിനിടയിലും എല്ലാവരുടെയും നെഞ്ചിൽ തെല്ലൊരാന്തലോടെ ഒരു ചോദ്യമുയർന്നു. ഈ പിഞ്ചു കുഞ്ഞിനെ എന്തു ചെയ്യും? പകൽ വിടവായി രാത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. തന്റെ കുഞ്ഞിനുള്ള ഭക്ഷണവും ശേഖരിച്ചു വന്നെത്തിയ ആ പക്ഷി കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ചിറകേഴുമമ്മ പറന്നു വന്നു, ചിരകാലം ചന്ദനം നിന്നതിക്കിൽ, മരമില്ല കൂടില്ല കുഞ്ഞുമില്ല, മരവിപ്പു കേറി അതിനുടലിൽ, തല ചുറ്റിടും പോല താമരത്തിൻ തറയിൽ കറങ്ങി ഇറങ്ങി വന്നു. ഈശ്വര, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇവിടെ നിന്നിരുന്ന മരം എവിടെ? എന്റെ കൂടെവിടെ? എന്റെ കുഞ്ഞെവിടെ? ചിറകിട്ടടിച്ച് നിലവിളിച്ച് തകർന്ന ആ അമ്മ ഇരുളിൽ ഒരു മരക്കൊമ്പിൽ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. നിലാവ് പരന്നു തുടങ്ങി. വളരെ ക്ഷീണിതയായി ഉറങ്ങാതിരിക്കുന്ന ആ പക്ഷി നിലാവെളിച്ചത്തിൽ താഴെ ചോരപ്പാട് പോലെ എന്തോ കണ്ടു. എന്താണത്? നലമോലും അമ്മയ്ക്ക് കണ്ടറിവാൻ അടയാളമായിട്ട കൊച്ചു പൈതൽ, കട്യാവു തന്നെത്താൻ പിച്ചി ചീന്തി കാടു കഴിവോളമിട്ടിരുന്നു. വഴിയിലിടയ്ക്കിടെ അടയാളമായി കീറിയിട്ടിരിക്കുന്ന ആ കട്യാവ് നോക്കി പക്ഷി കുറെ ദൂരം പറന്നു ചെന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ അടയാളവും കാണാതായി. പക്ഷേ കുഞ്ഞിനോടുള്ള അഗാധമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം മണത്തറിഞ്ഞ് പറന്നെടുക്കുകയാണ് ആ പക്ഷി. അമ്മതൻ സ്നേഹം മണത്തറിഞ്ഞു, പൊന്മകളെ കൊണ്ടുപോയ മാർഗം, അരമന തന്റെ അടഞ്ഞ വാതിൽ, അരികത്തണഞ്ഞതു ചത്തുവീണു. കൊട്ടാരത്തിന്റെ അടഞ്ഞ വാതിലിൽ തട്ടി ആ പക്ഷി ചത്തുവീണു. പാതി വിടർന്ന പൂക്കുമായി കിടക്കുന്ന അതിനെ കണ്ട് കൊട്ടാരം കാവൽക്കാർക്ക് പോലും തൊണ്ടയിടറി. ചന്ദനച്ചീളുകൾ കൊണ്ട് ചിതയൊരുക്കി വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് ആ പക്ഷിയുടെ ജഡം വീരോചിതമായി സംസ്കരിച്ചു. പൊള്ളുന്ന ആ കാഴ്ച കണ്ട് ഇളം പൈതൽ പൊട്ടിക്കരഞ്ഞു. കാലം കടന്നുപോയി. ഇളം പൈതൽ വളർന്ന് സുന്ദരിയായി. കൊട്ടാരത്തിലെ ഇളമുറത്തമ്പുരാന്റെ തമ്പുരാട്ടിയായി. തമ്പുരാട്ടിക്ക് വേണ്ടി അതിമനോഹരമായ മറ്റൊരു ചന്ദനക്കട്ടിൽ തന്നെ പണി കഴിപ്പിച്ചു. മട്ടുപ്പാവിൽ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആ കട്ടിലേക്ക് പ്രിയതമൻ അവളെ സ്നേഹപൂർവ്വം മാനിക്കുമ്പോൾ ആ കൊച്ചു തമ്പുരാട്ടി എന്തോ ഓർക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഊർന്നിറങ്ങുന്നു. അവൾ കരയുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ.
അവളുടെ